ജയപ്രീതിയോട് പറയുകയാണ് കുറച്ചു നാളായി ആലോചന തുടങ്ങിയിട്ട്. ആലുവയിലുള്ള ഒരു ലേഡി ഡോക്ടറിന്റെ ആലോചന ഏതാണ്ട് ഉറച്ചമട്ടാണ് ഇപ്പോൾ. നല്ല കാശും പണവുമൊക്കെയുള്ള കൂട്ടനാണത്രേ. കാണാനും സുന്ദരിയാണെന്നാണ് കേട്ടത്. എന്റെ പൊന്നുമോളെ, ആരോടും പറഞ്ഞേക്കരുത് ഞാൻ വഴിയാണ് ഈ വിവരം അറിഞ്ഞതെന്ന്. എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാം, പക്ഷേ മോളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കത് പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അത്രയും പറഞ്ഞിട്ട് ജയ അവിടെ നിന്നും പോവുകയാണ്. ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിരിക്കുകയാണ് പ്രീതി. അന്നേരം പ്രീതി സത്യഭാമ രാഘവൻ നായരോട് അർജുന് വേറെ വിവാഹം ആലോചിക്കുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഇതെല്ലാം ആലോചിച്ച ശേഷം ദേഷ്യപ്പെട്ട് അർജുനെ ഫോൺ ചെയ്യുകയാണ് പ്രീതി. പ്രീതിയുടെ ഫോൺ കോൾ കണ്ട് സന്തോഷത്തോടു കൂടി ഹലോ പ്രീതി എന്നും പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ പ്രീതി ചോദിക്കുകയാണ്, എന്താ അർജുനേട്ടന്റെ ഉദ്ദേശമോ എന്താ? എന്തുപറ്റി പ്രീതി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? അർജുനേട്ടൻ വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് കേട്ടു, ശരിയാണോ? അന്നേരം വണ്ടി സൈഡ് ഒതുക്കുകയാണ് അർജുൻ. എന്നിട്ട് ചോദിക്കുകയാണ്, നിന്നോട് ഇതൊക്കെ ആരാണ് പറഞ്ഞത് പ്രീതി? ആര് പറഞ്ഞു എന്നതല്ല, സത്യമാണോന്ന് പറയ്. ഏതോ ഒരു ഡോക്ടറുമായിട്ട് കല്യാണം നിശ്ചയിച്ചോ അർജുനേട്ടന്റെ? അത് പ്രീതി അമ്മ എന്തോ ആലോചനയൊക്കെ നടത്തുന്നു എന്ന് കേട്ടു, പക്ഷെ ഞാനത്. അന്നേരം പ്രീതി പറയുകയാണ്, അർജുനേട്ടൻ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം. ഇപ്പോ ഈ നിമിഷം എന്ന് പറയുമ്പോൾ അർജുൻ ചോദിക്കുകയാണ്, അതിനൊക്കെ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ മോളെ നമ്മളെ വീട്ടുകാര് എന്നൊക്കെ പറയുമ്പോൾ പ്രീതി വീണ്ടും ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, വീട്ടുകാരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട. ഇപ്പൊ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം, പറ്റുമോ ഇല്ലയോ അത് ആദ്യം പറയ്. പ്രീതി പ്ലീസ്, നീ നമ്മുടെ അമ്മമാരുടെ കാര്യം മറക്കരുത്. ആരുടെ കാര്യവും ഞാൻ ഓർക്കുന്നില്ല. എന്റെ ആവശ്യം അർജുനേട്ടൻ ഇപ്പോൾ ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് മോളെ? ആദ്യം നമുക്ക് നമ്മുടെ വീട്ടുകാര് എന്ന് പറയുമ്പോൾ പ്രീതി പറയുകയാണ്, മതി, നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ തന്നെ ഞാൻ ചാവുകാൻ പോവുകയാണ്. അത് കേട്ട് പ്രീതി എന്ന് ഉറക്കെ വിളിക്കുകയാണ് അർജുൻ. പ്രീതി പറയുകയാണ്, അർജുനേട്ടൻ ഇപ്പോൾ തന്നെ ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ ഞാൻ ചാവുക തന്നെ ചെയ്യും. എന്റെ ഈ താലിയാണ് സത്യം. ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയാണ് പ്രീതി. അതിനുശേഷം റൂമിലേക്ക് കയറി പോവുകയാണ് പ്രീതി. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ശാരിക ഡ്രസ്സൊക്കെ മടക്കി അൽമാരിയിൽ വെക്കുമ്പോൾ രാജീവ് കൊടുത്ത ചെരുപ്പിന്റെ കവർ കാണുകയാണ്. സന്തോഷത്തോടു കൂടി അതെടുത്ത് നോക്കിയാണ് ശാരിക. പിന്നീട് രാജീവ് തലേ ദിവസം വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ശാരിക. അന്നേരം ശാരികയെ ഫോൺ വിളിക്കുകയാണ് ശ്യാമ. ശാരിക കരുതുകയാണ്, ശ്യാമ കോളേജിൽ നിന്നാണല്ലോ, എന്തു പറ്റി? ഹലോ ശ്യാമേ, എന്തു പറ്റി? സാധാരണ നീ ക്ലാസ് ടൈമിൽ വിളിക്കാറില്ലല്ലോ. ഇവിടെ ചെറിയൊരു വിശേഷം കേട്ടു, അപ്പോൾ അത് വല്യേച്ചിയെ വിളിച്ചു പറയണമെന്ന് തോന്നി, അതാണ് വിളിച്ചത്. നമ്മുടെ ലെക്ചർ രാജീവ് സാറില്ലേ, കുടുംബശ്രീയിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സാറ്? ആ മനസ്സിലായി. ആ സാറിന് എന്തു പറ്റി? ആൾക്ക് വൈറൽ ഫീവർ അടിച്ച് ലോഡ്ജിൽ കിടക്കുകയാണെന്ന്. അത് കേട്ട് ആകെ വിഷമത്തോടു കൂടി ആണോന്ന് ചോദിക്കുകയാണ് ശാരിക. ശാരിക പറയുകയാണ്, കഷ്ടമായി പോയല്ലോ പാവം. അതെ അതെ, ഒറ്റത്തടി ജീവിതം ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ ഏതാന്ന് അന്വേഷിക്കാൻ ആരും കാണില്ലെന്ന് ഉറപ്പാണ്. അതാ കുടുംബശ്രീയിൽ ഭക്ഷണം കഴിക്കാൻ വരാത്തത്. അത് ശരിയാണ്, ആരെങ്കിലും വന്നിരുന്നെങ്കിൽ പാഴ്സലെങ്കിലും കൊടുത്തു വിടാമായിരുന്നു. അത് കേട്ട് ശ്യാമ പറയുകയാണ്, ഓ നമ്മളിനി അതിനൊന്നും മെനക്കെടേണ്ടെന്നേ. സാർ താമസിക്കുന്നത് ഏതോ ഒരു കൃഷ്ണ ലോഡ്ജിലാണ്. അവിടെ ഉള്ളവര് നോക്കിക്കോളും സാറിന്റെ കാര്യം. മുമ്പ് ചേച്ചിയല്ലേ സാറിന്റെ കാര്യം എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്തെന്നേ ഉള്ളൂ. ഇനി ഞാൻ ഫോൺ വെക്കുകയാണ്. ഇന്ന് നമ്മുടെ കബഡി കോച്ച് കാണാൻ വരുന്നുണ്ട്, ഒന്ന് കാണാൻ പോണം. ബൈ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശ്യാമ. കൃഷ്ണ ലോഡ്ജ് എന്ന് പറഞ്ഞ് ആലോചിച്ച ശേഷം ചെരുപ്പൊക്കെ വീണ്ടും അൽമാരിക്കകത്ത് വെച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ് ശാരിക. അതിനുശേഷം അടുക്കളയിൽ ചെന്ന ശാരിക ശാന്തയോടും രാജിയോടും ചോദിക്കുകയാണ്, ഇതെന്താ ചേച്ചി ഇന്നും വാഴയ്ക്കൊപ്പമാണോ? രാജി പറയുകയാണ്, ഇന്ന് നമ്മുടെ കുടുംബശ്രീയുടെ വക സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട്. ചക്കച്ചുളയും അവിലും പഴവും എല്ലാം ചേർത്ത ഒരു ഇലയട, ഫ്രൂട്ട്സ് ഇലയട എന്നാണ് പേര്. അത് കേട്ട് ശ്യാമ പറയുകയാണ്, ആഹാ കൊള്ളാലോ, സൂപ്പർ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൃഷ്ണ ലോഡ്ജ് എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? രാജി പറയുകയാണ്, എവിടെയോ കേട്ടിട്ടുണ്ട് ആ പേര്. ശാന്തയ്ക്ക് അറിയുമോടി? അതാ സിൽവർ ലൈനിലുള്ള പഴയ മിനി ലോഡ്ജ് അല്ലേ? പെയിന്റ് അടിച്ച് പുത്തനാക്കിയപ്പോൾ കൃഷ്ണ ലോഡ്ജായി. ആണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണത് എന്ന് പറയുകയാണ് ശാന്ത. സിൽവർ ലൈൻ അതാ പെട്രോൾ പമ്പിൽ നിന്നും ഇടത്തോട്ട് കിടക്കുന്ന റോഡല്ലേ? അങ്ങനെ ശാരിക ചോദിക്കുമ്പോൾ ശാന്ത ചോദിക്കുകയാണ്, എന്താ മോളെ പ്രശ്നം? ഒന്നുമില്ല. ഫ്രൂട്ട്സ് ഇലയുടെ വേഗം റെഡിയാക്ക്. അത് കഴിച്ചു നോക്കിയിട്ട് വേണം അതിന് എത്ര രൂപ ചാർജ് ഈടാക്കണമെന്ന് പറയാൻ. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടുപടിക്കൽ കാത്തു നിൽക്കുന്ന രണ്ടുപേരെയാണ്.
ഒരാൾ പറയുകയാണ്, ഇത് കുറെ നേരമായല്ലോ, ഈ കാത്തിരിപ്പ് കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടാകുമോടാ? അച്ഛൻ നന്നായിട്ടങ്ങ് അഭിനയിച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞോളണം, ബാക്കി ഞാൻ ഏറ്റു. ഓ, നിന്റെ അച്ഛനായി പോയില്ലേ? കരച്ചിൽ മാത്രമല്ല, ഇനി എന്തെല്ലാം വേഷം കെട്ടണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അന്നേരം രമണൻ പിള്ള പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. മകൻ പറയുകയാണ്, ദേ ആ പൊട്ടൻ പിള്ള വരുന്നുണ്ട്, നന്നായി സങ്കടം അഭിനയിച്ച് നിന്നോളണം. സത്യാമ്മയോട് പറഞ്ഞോ പിള്ള ചേട്ടാ നമ്മൾ വന്ന കാര്യം? പറഞ്ഞു. സത്യാമ്മ എന്തു പറഞ്ഞു? ഉടൻ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അകത്ത് കയറി ഇരിക്കാമല്ലേ? രമണൻ പിള്ള പറയുകയാണ്, വേണ്ട, നിൽക്കാനാണ് പറഞ്ഞത്, അതും പടിക്ക് പുറത്ത്. സത്യാമ്മ ഇങ്ങോട്ട് വന്നോളും നിങ്ങളെ കാണാൻ. അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സത്യഭാമ. അവർ നമസ്കാരം പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, എന്താ രമേശൻ നായരെ, ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അയ്യോ, അവിടുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ സങ്കടമാകുമേ. പലവിധ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇടയ്ക്കൊന്നും വന്ന് കാണാൻ കഴിയാത്തത്. ഇപ്പോഴെന്താ, പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞോ? അല്ല, രമേശൻ നായർ കാര്യം പറഞ്ഞില്ല. ഒരു സങ്കടം പറയാനാണേ വന്നത്. അത് കേട്ട് സത്യഭാമ ചോദിക്കുകയാണ്, സങ്കടമോ? ശരി, പറഞ്ഞോളൂ, സങ്കടം കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വിഷ്ണുമോനൊന്നും വീട്ടിൽ വന്നിരുന്നോ? അവനെ അന്വേഷിച്ച്. അന്നേരം സത്യഭാമ പറയുകയാണ്, അയ്യോ, ഞാനത് അറിഞ്ഞില്ലല്ലോ. അല്ല, വന്നിട്ട് അവിടെ കയറിയങ്ങ് മേഞ്ഞു. ആന കരിമ്പിക്കാട്ടിൽ കയറിയതുപോലെ. ആണോ? അവൻ അങ്ങനെ വെറുതെ ഒന്നും ചെയ്യില്ലല്ലോ. കാര്യങ്ങൾ വിശദമായിട്ട് പറ രമേശൻ നായരെ. എന്താ നടന്ന സംഭവം? അന്നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുകയാണ് രമേശൻ നായരും മകനും. സംഭവം നടക്കുന്നത് രമേശൻ നായരുടെ വീട്ടിലാണ്. രമേശൻ നായർ പറയുകയാണ്, എടാ മതി, കുറെ നേരമായില്ലേ ഒരുങ്ങിയിട്ട്, നീ ഇറങ്ങുന്നില്ലേ? ആ വരുന്നച്ചാന്നും പറഞ്ഞ് മുകളിൽ നിന്നും ഒരുങ്ങി ഇറങ്ങി വരികയാണ് രമേശൻ നായരുടെ മകൻ. അല്ലച്ച, 10:30 ചെല്ലാമെന്നല്ലേ പറഞ്ഞിരുന്നത്? അതെ, 10 മണിയായി. ആ ബ്രോക്കർ മുരുകനെ ഇതുവരെ കണ്ടില്ലല്ലോ. അല്ല, അച്ഛൻ എല്ലാ കാര്യവും വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് ഞാൻ നിന്നോട് പറയാനിരുന്നതാണ്. 100 പവനിലും 10 ലക്ഷം രൂപയിലും കുറഞ്ഞ ഒരു കച്ചവടവും വേണ്ട നമുക്ക്. പക്ഷെ ആ മറ്റേ കാറില്ലേ, ലാംബ്രഡയോ കീംബ്രഡയോ? അയ്യോ, അങ്ങനെ അല്ലച്ചാ, ലംബോർഗിനി. ആ ഗിനി തന്നെ, അതും വേണം. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അതിലിരുന്നൊന്ന് പോകാൻ. അതൊക്കെ നമുക്ക് ആലോചിക്കാം. അച്ഛൻ ഇറങ്ങ്, ആ ബ്രോക്കർ ഇപ്പോൾ എത്തും. ഒരുങ്ങിയിറങ്ങുന്ന രമേശൻ നായരും മകനും കാണുന്നത് വീട്ടുമുറ്റത്ത് ജീപ്പിൽ ചാരി നിന്ന് പത്രം വായിക്കുന്ന വിഷ്ണുവിനെയാണ്. പത്രം നിവർത്തി വെച്ചിരിക്കുന്നല്ല വിഷ്ണുവിന്റെ മുഖം കാണാൻ രമേശൻ നായർക്ക് കഴിയുന്നില്ല. രമേശൻ നായർ ചോദിക്കുകയാണ്, ആരായത്, മുരുകനാണോ? ഏതാ വണ്ടി? പത്രം മാറ്റിയ ശേഷം ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, വെറും മുരുകനല്ല, വേൽമുരുകനാണ്. ദേ ഇതാണെന്റെ മയിൽ വാഹനം എന്ന് ജീപ്പിൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് വിഷ്ണു. വിഷ്ണുവിനെ കണ്ട് പരിഭ്രമം ഒന്ന് മാറ്റിക്കൊണ്ട് രമേശൻ നായർ പറയുകയാണ്, ആ വിഷ്ണുമോനായിരുന്നോ? അപ്പൊ പേരൊക്കെ ഓർമ്മയുണ്ട് രമേശൻ നായർക്ക്? ഒന്നും ഓർമ്മയില്ലാത്തത് കൊണ്ടല്ല വിഷ്ണുമോനെ, കാശിന് ഇപ്പോഴത്തിരി ഞെരുക്കമായത് കൊണ്ടാണ് അങ്ങോട്ട് വരാത്തത്. കാശിന് ഞെരുക്കം എന്നല്ലാതെ പെരുക്കമെന്ന് ആരെങ്കിലും പറയുമോ രമേശൻ നായരെ? ഭൂലോക കോടീശ്വരന്മാർ പോലും എപ്പോഴും ഞെരുക്കത്തിലാണെന്നേ പറയൂ. അവരുടെയൊക്കെ കണ്ണീര് കണ്ടാൽ കയ്യിലിരിക്കുന്ന കാശ് കൂടി ഞങ്ങൾ എടുത്തങ്ങ് കൊടുക്കും, അത്രയ്ക്ക് പാവങ്ങളാണ്. അല്ല, അത് വിട്, എങ്ങോട്ടാണ് രാവിലെ അപ്പനും മകനും കൂടി? ജോയിന്റ് ആയിട്ട് എങ്ങടാന്ന് ചോദിക്കുമ്പോൾ മകൻ പറയുകയാണ്, എനിക്കൊരു പെണ്ണ് കാണൽ ചടങ്ങ് ഉണ്ടായിരുന്നു. അയ്യോടാ, ആണോ? അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പെണ്ണ് എവിടെ പോയി? അത് കേട്ട് രമേശൻ നായർ പറയുകയാണ്, അതൊരു അബദ്ധം പറ്റിയതാണ് വിഷ്ണുമോനെ. നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ഒരു ബന്ധം ആയിരുന്നില്ലല്ലോ അത്. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കുമോ? ഞങ്ങൾ അതങ്ങ് കളഞ്ഞു. തിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, അതങ്ങ് കളഞ്ഞു, അട്ടയും മെത്തയും സ്റ്റാറ്റസ്. എത്ര എളുപ്പത്തിലാണ് ഇയാൾ ഒരു പെണ്ണിന്റെ ജീവിതം പറഞ്ഞു തീർത്തത്, വൃത്തികെട്ടവൻ. അല്ല, മോനിതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നത്? ഇത് ഞങ്ങളുടെ കുടുംബകാര്യം അല്ലേ? അത് കേട്ട് ദേഷ്യപ്പെട്ട് രമേശൻ നായരെ അടിക്കുകയാണ് വിഷ്ണു. തന്റെ കുടുംബകാര്യം? ഞാൻ വന്നത് എന്റെ കുടുംബകാര്യം തീർപ്പാക്കാനാണ്. 5-6 മാസം മുമ്പ് സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് വന്ന് കനിവിനായിട്ട് കെഞ്ചി കൈ നീട്ടി നിന്നിട്ടുണ്ട് ഞാനും തന്റെയും മോനും. റോഡരികിൽ കൂര കെട്ടി താമസിക്കുന്ന ലോട്ടറി കച്ചവടക്കാരൻ ഉദയഭാനുവിന്റെ മകൾ കാർത്തികയുടെ കഴുത്തിൽ ഒരു താലി കെട്ടി കൂടെ താമസിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്റെ മകനോട് ഒരു ബഹുമാനം തോന്നിയിരുന്നു അമ്മയ്ക്ക്. ഇവനൊരു ആണാണല്ലോ എന്ന്. കല്യാണ ചിലവിന് കടമായിട്ട് 2 ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് തിരികെ വേണ്ടാന്ന് പറഞ്ഞ് പിടിച്ചേൽപ്പിച്ചത് പലിശക്കാരിയായിട്ടല്ല, താലിഭാഗ്യം ഇല്ലാതായി പോകുന്ന ആ പാവപ്പെട്ട പെണ്ണിന് ആ കുട്ടിയെ സ്വന്തം മകളുടെ സ്ഥാനത്ത് സങ്കല്പിച്ചിട്ടാണ്. കാശ് തന്നത് അമ്മയാണെങ്കിലും നാട്ടുകാരുടെ മുൻപിൽ പാതേറമ്പത്തെ പെണ്ണിനെ പൊന്നിട്ട് കിട്ടിയതിന്റെ കേമത്വം പ്രവീണിന്. താനൊരു യഥാർത്ഥ മാതൃകാ പുരുഷനും എന്ന് രമേശൻ നായരെ നോക്കി പറയുകയാണ് വിഷ്ണു. ആഘോഷം കഴിഞ്ഞ് പിന്നെ ഒരു തവണ കൂടി ഇവൻ ആ പടി കയറി വന്നു.
ജീവിക്കാൻ നിവർത്തിയില്ല, തുണയ്ക്കണം എന്നും പറഞ്ഞ് ഇഷ്ടമുള്ള ബിസിനസ് ചെയ്ത് ജീവിക്കാൻ പറഞ്ഞ് എടുത്തു കൊടുത്തു എന്റെ അമ്മ 5 ലക്ഷം. പലിശ വെറും 2%. എന്നിട്ട് സാവകാശമോ ആവോളം പലചരക്ക് കട തുടങ്ങി പല ചരക്കും വിറ്റു അവൻ. കള്ളും കഞ്ചാവും മയക്കുമരുന്നും അടക്കം. എന്നിട്ട് 5 പൈസ തിരിച്ചടച്ചില്ല സത്യഭാമയ്ക്ക്. അന്വേഷിച്ചിട്ടാണ് ഇപ്പോ ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത്. രമേശൻ നായർ പറയുകയാണ്. അതിന് ഒത്തിരി സാവകാശം വേണം വിഷ്ണുമോനെ. ഞങ്ങളിപ്പോ അല്പം പ്രശ്നത്തിലാണ്. വിഷ്ണു പറയുകയാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ് രമേശൻ നായരെ. കാരണം നിങ്ങളൊരു കുറുക്കനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പുറമ്പോക്കിലാണ് പാർപ്പെങ്കിലും ഉദയഭാനുവിന്റെ ഭൂമിക്ക് പട്ടയമുള്ള വിവരം നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞിരുന്നു. ദേശീയപാതയോരത്തെ ഭൂമിക്ക് കോടികൾ മതിപ്പ് വിലയുണ്ടെന്ന് അറിയാതെ നിരക്ഷരായ ഉദയഭാനു അത് ഭൂതം നിധി കാക്കുന്ന പോലെ സൂക്ഷിച്ചതാണ്. ആ നിധി ചുളുവിൽ സ്വന്തമാക്കാനുള്ള നാടകമായിരുന്നു ഈ കല്യാണം. നിർധന യുവതിക്ക് മകൻ വഴി ഒരുക്കിയ താലിഭാഗ്യം. പക്ഷേ പുതിയ റോഡിന് സ്ഥലമെടുപ്പ് വന്നപ്പോൾ ഉദയഭാനുവിന്റെ വസ്തു അങ്ങ് അന്യാധീനപ്പെട്ടുപോയി. കിട്ടിയത് സർക്കാർ വക നക്കാപ്പിച്ച കാശ്. അപ്പോഴാണ് മരുമകൾ കാർത്തിക നിങ്ങൾക്ക് വെറും കരിമ്പിൻചണ്ടി ആയത്. ഇതൊക്കെ കേട്ട് അമ്പരന്ന് രമേശൻ നായർ ചോദിക്കുകയാണ്. മോൻ ഇതെല്ലാം എങ്ങനെ? ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്. എടോ, എല്ലാവരും എല്ലാം അറിയുന്നുണ്ട് നായരെ. ആ സാധു പെൺകുട്ടിയുടെ ദേഹത്ത് നിങ്ങളുടെ മകൻ കൈവച്ചത് മുതൽ അടുക്കളയിൽ അബദ്ധത്തിൽ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുന്നത് വരെ അതിനുള്ള കൂലി ഇവനങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. അതിനുശേഷം പ്രവീണിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് വിഷ്ണു. പിടിച്ചു മാറ്റാൻ രമേശൻ നായർ ശ്രമിക്കുന്നുണ്ട്. വിടട എന്ന് രമേശൻ നായർ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്. മിണ്ടരുത്, നിങ്ങൾക്ക് തരാനുള്ളത് കൂടിയാണ് ഹോൾസെയിലായിട്ട് ഇവന് കൂടി കൊടുക്കുന്നത്. പ്രവീണിന്റെ മുഖത്തെ ചോര കണ്ട് വിഷ്ണു പറയുകയാണ്. അയ്യയ്യോ, പെണ്ണ് കാണാൻ ഇറങ്ങിയതല്ലേ, ചോര ശുഭലക്ഷണം അല്ലേ? അതിനുശേഷം പേഴ്സിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് പ്രവീണിന് നേരെ കൊടുത്തിട്ട് വിഷ്ണു പറയുകയാണ്. ഇതാ, ഇത് വെച്ചോ, ഇത് നിന്റെ ആശുപത്രി ചെലവിന്. സത്യാമ്മയ്ക്ക് എല്ലാത്തിനും കണക്കുള്ളതാണ്. പിന്നെ ഇതെന്ത് പറ്റിയതാണെന്ന് പോലീസുകാരോ ഹോസ്പിറ്റലുകാരോ ചോദിച്ചാൽ പറഞ്ഞേക്കണം. പെണ്ണെന്ന് പറഞ്ഞാൽ പണമെന്ന് മാത്രം കരുതുന്ന നിന്നെ പോലുള്ള ഭൂലോക ചെറ്റകൾക്ക് വേണ്ടി ഈ വിഷ്ണുവണ്ണൻ ഒരു പൂജ നടത്തിയതാണെന്ന്. ഇതൊരു ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൂട്ടിയാൽ മതി. ഇനി പിരിക്കാൻ വരണമല്ലോ. അതിനുശേഷം രമേശൻ നായരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് വിഷ്ണു പറയുകയാണ്. അപ്പോ രമേശൻ നായരെ, നമുക്കിനി നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം. തിരികെ വേണ്ട എന്ന് പറഞ്ഞു തന്ന എന്റെ അമ്മ തന്ന 2 ലക്ഷം അത് വേണ്ട. അതിപ്പോൾ ഏതെങ്കിലും അമ്പലത്തിലേക്ക് കാണിക്കയിട്ടതാണെന്ന് അമ്മ കരുതിക്കോളും. പിന്നെ പലിശയ്ക്ക് തന്ന 5 ലക്ഷം അത് കിട്ടിയേ പറ്റൂ. എപ്പോ തരും താൻ? രമേശൻ നായർ ചോദിക്കുകയാണ്. അതിപ്പോ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ അക്രമം കാണിച്ചാൽ? ദേഷ്യത്തോടുകൂടി വിഷ്ണു പറയുകയാണ്. തന്നോട് ഞാൻ കാണിച്ചില്ല, കാണിക്കട്ടെ എന്ന് പറഞ്ഞ് കൈ ചുരുട്ടി രമേശൻ നായരെ ഇടിക്കാനായി മുഖത്തേക്ക് ഓങ്ങുകയാണ് വിഷ്ണു. ഇതൊക്കെ കരഞ്ഞുകൊണ്ട് സത്യഭാമയോട് പറയുകയാണ് രമേശൻ നായർ. ഇതാണ് സത്യാമ്മ ഉണ്ടായത്. പാവം എന്റെ കുഞ്ഞ് 2 ആഴ്ചയാണ് ആശുപത്രിയിൽ കിടന്നത്. ഹോസ്പിറ്റൽ ബില്ല് തന്നെ 13,000 രൂപ ആയി. അന്നേരം അവിടേക്ക് മഴയത്ത് കുടയൊക്കെ പിടിച്ചു വരികയാണ് ശാരദാമ്മ. രമേശൻ നായർ പറയുകയാണ്. ഇപ്പോൾ തന്നെ താങ്ങിയും തൂങ്ങിയും എണീറ്റ് നിൽക്കുന്നേ ഉള്ളൂ. ഉള്ളു മൊത്തം കലങ്ങിയിരിക്കുവാണ്. സത്യഭാമ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് രമേശൻ നായർ പറയുന്നത്? ആശുപത്രി കാശ് തരണോ, അതോ വിഷ്ണുവിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണോ? എന്താ ഞാനിപ്പോ ചെയ്യേണ്ടത്? അയ്യോ, അതൊന്നും വേണ്ടായേ. ഇവിടെ നിന്ന് വാങ്ങിയ 5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ കുറച്ച് സാവകാശം കൂടി തരണം. ആ ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. ശരി, എത്ര സമയം വേണം സാവകാശം? രമേശൻ നായർ എന്ന് പറയുമ്പോൾ രമേശൻ നായർ എന്ന് പറഞ്ഞിട്ട് പ്രവീണിനോട് ചോദിക്കുകയാണ്. എടാ, ഒരു 6 മാസം ചോദിക്കട്ടെ? പ്രവീൺ പറയുകയാണ്. ഒരു 2 വർഷം ചോദിക്കുക. അപ്പോൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാടാ? അത് അപ്പോഴല്ലേ, അപ്പോ നമുക്ക് തേക്കാം. പിന്നീട് വഴിയുണ്ടാക്കാം അച്ഛാ. സത്യഭാമ ചോദിക്കുകയാണ്. എന്താ, ആലോചന കഴിഞ്ഞില്ലേ ഇതുവരെ? ഒരു വർഷം. സത്യഭാമ ചോദിക്കുകയാണ്. അല്ല, വിഷ്ണു എത്ര സമയമാണ് തന്നത്? 1 മാസമേ തന്നുള്ളൂ സത്യാമ്മേ. ശരി, നിങ്ങൾ ഇത്രയും പറഞ്ഞ് ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ അതങ്ങ് മാറ്റാം. ചിരിച്ചുകൊണ്ട് സത്യഭാമ പറയുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് പണം തിരികെ കിട്ടിയിരിക്കണം, പലിശ അടക്കം. ഓ ശരിയെന്ന് തൊഴുതുകൊണ്ട് പറയുന്ന രമേശൻ നായർ പിന്നീട് സത്യഭാമ പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണ്. രമേശൻ നായർ ചോദിക്കുകയാണ്. സത്യാമ്മയ്ക്ക് തെറ്റിയതല്ലോ? സത്യഭാമയ്ക്ക് തെറ്റു പറ്റാറില്ല രമേശൻ നായരെ. സത്യാമ്മ, എന്തെങ്കിലും ഒരു മാറ്റമുണ്ട്. വിഷ്ണു 2% പലിശ പറഞ്ഞത്, അത് 10% അതും മാസക്കണക്കിന്. സത്യാമ്മയെന്ന് രമേശൻ നായർ വിളിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്. ഇനി ഇവിടെ നിന്ന് മോങ്ങിയാൽ 10 എന്നുള്ളത് 20% അത് വേണോ വേണ്ട എന്ന് തൊഴുതുകൊണ്ട് പറയുകയാണ് രമേശൻ നായർ. ഈ സംഭവങ്ങളെല്ലാം കേട്ട് അവിടെ തന്നെ ആകെ പേടിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ.
ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്